+1 ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ 2020 മോഡൽ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ അതിൽ കഴിഞ്ഞ ഇതിന് 2019 നിന്ന് വ്യത്യാസമായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ്റെ എണ്ണത്തിൽ വ്യത്യാസമുണ്ട്, ടോട്ടൽ മാർക്കിൻ്റെ കാര്യത്തിൽ വ്യത്യാസമുണ്ട്. അങ്ങനെ ടോട്ടലി ഒരു ചേഞ്ച് വന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണിത്. നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നമുക്ക് ടോട്ടൽ 20 ക്വസ്റ്റ്യൻസ് ആണ് നമുക്കുള്ളത്. ഓക്കെ, see the first one. If a is equal to set of all x such that x is an integer and -3 less than x less than 7. ഓക്കെ, അതേപോലെ ബി എന്ന് പറയുന്നത് സെറ്റ് x is a natural number less than 6. അപ്പോൾ എയിലെ എലമെൻറ്റ്സ് നമുക്ക് എഴുതാം. a is equal to in between -3 and 7. എയിലത് -2, -1, 0, 1, 2, 3, 4, 5, 6 വരെ a. b is equal to bയിൽ എലമെൻറ്റ്സ് 1, 2, 3, 4 and 5, natural number less than 6. So first one, ഇതാണ് ഫസ്റ്റ് വൺ, a in roster form. അടുത്ത രണ്ടാമത്തത് express a find a minus b and b minus a. a minus b is equal to എയിലുള്ളതും ബിയിൽ ഇല്ലാത്തതായിട്ടുള്ള എലമെൻറ്റ്സ് ആണ്. -2, -1, 0, പിന്നെ 6 ഉണ്ടാവും. എയിലുണ്ട്, ബിയിലില്ല. ഇനി ബി മൈനസ് എന്ന് പറയുമ്പോൾ ബിയിലുള്ളതും എയിലില്ലാത്തത്. ബിയിൽ 1 ഉണ്ട്, ഇവിടെ ഉണ്ട്, 2 ഉണ്ട്, ഇവിടെ ഉണ്ട്, 3 ഉണ്ട്, 4, 5. അപ്പോൾ അത് ബി മൈനസ് എന്ന് പറയുന്നത് നൾ സെറ്റാണ്. സി ദ തേർഡ് പ്രോബ്ലം. മൂന്നാമത്തെ പ്രൂവ് ദാറ്റ് എ മൈനസ് ബി യൂണിയൻ ബി മൈനസ് എ. എ മൈനസ് ബി യൂണിയൻ ബി മൈനസ് എ ഈസ് ഈക്വൽ ടു, ഇതിൻ്റെ യൂണിയൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് -2, -1, 0, 6 യൂണിയൻ നൾ സെറ്റാണ്. അപ്പോൾ ഇത് തന്നെ വരും. ഏതാ? -2, -1, 0യും 6ഉം വരും. സോ അത് എ മൈനസ് ബി തന്നെയാണ്. ഓക്കെ, നൗ ദ സെക്കൻഡ് പ്രോബ്ലം. In a class of 35 students, 24 likes to play cricket. അപ്പോൾ എ എന്ന് പറയുന്നത് set of students who likes to play cricket. അത് എ എന്ന് പറയുന്ന സെറ്റ്. ബി എന്ന് പറയുന്നത് set of students who like to play football. ഓക്കെ, അപ്പോൾ n of a is equal to n of a equal to 24, n of b equal to 16. അത്രയുമാണ്. ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ന് പറയുന്നത് 35 ആണ്. അതിന് നമ്മളത് എടുക്കാൻ കാരണം ഈച്ച് സ്റ്റുഡൻറ്റ് ലൈക്സ് ടു പ്ലേ അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദ 2 ഗെയിംസ് എന്നാണ്. ഓക്കെ, അപ്പോൾ അതിൽ n of a യൂണിയൻ ബി ആണ്. n of a യൂണിയൻ ബി ആണ് 35. ഹൗ മെനി ലൈക്സ് ടു പ്ലേ ബോത്ത് ഫുട്ബോൾ ആൻഡ് ക്രിക്കറ്റ്? ബോത്ത് ക്രിക്കറ്റ്, ഇവിടെ ക്രിക്കറ്റ് എന്നുണ്ട്, ബോത്ത് ക്രിക്കറ്റ് ആൻഡ് ഫുട്ബോൾ ആണ്. ഓക്കെ, ബോത്ത് ക്രിക്കറ്റ്. ഇവിടെ ഓൾസോ ഈച്ച് സ്റ്റുഡൻറ്റ്, ഇവിടെ ക്രിക്കറ്റ് ഇല്ല, ക്രിക്കറ്റ് ഇവിടെ വരേണ്ടത്. ഓക്കെ, അപ്പോൾ അത് ഇൻ്റർസെക്ഷൻ ആണ് കാണേണ്ടതെന്ന് നമുക്ക് അറിയാം. അപ്പോൾ n of a യൂണിയൻ b ഈക്വൽ ടു n of a പ്ലസ് n of b മൈനസ് n of a ഇൻ്റർസെക്ഷൻ b ആണ്. നൗ n of a യൂണിയൻ b എന്ന് പറയുന്നത് 35 ആണ്. അപ്പോൾ 35 ഈക്വൽ ടു 24 പ്ലസ് 16 മൈനസ് n of a ഇൻ്റർസെക്ഷൻ b. അപ്പോൾ ഇതിൽ നിന്ന് n of a ഇൻ്റർസെക്ഷൻ b ഈസ് ഈക്വൽ ടു 24 പ്ലസ് 16 എന്ന് പറയുന്നത് 40 മൈനസ് 35 is equal to 5. Okay, now 3, the first part, sine of 315 degree. Okay, sine of 315 കാണുന്നതിന് അത് sine of 360 മൈനസ് 45 എന്നാണ്. ഓക്കെ, അപ്പോൾ സൈൻ 360 മൈനസ് തീറ്റ എന്ന് പറയുന്നത് മൈനസ് സൈൻ തീറ്റയാണ്. ഇത് 4th ക്വാഡ്രന്റിൽ വരുന്നതാണ്. അവിടെ സൈൻ റേഷ്യോ നെഗറ്റീവ് ആണ്. മൈനസ് സൈൻ 45 എന്നാണ്. -1/√2 എന്ന് കിട്ടും.
Okay. Now the second part. 2 sine square pi by 6 plus cosec square 7 pi by 6 into cos square pi by 3 യുടെ വാല്യൂ 3/2 എന്ന് പ്രൂവ് ചെയ്യണം. പ്രൂവ് ദാറ്റ് എന്നാണ്. അത് നമുക്ക് ഇവിടെ കൊസീക്ക് സ്ക്വയർ 7 pi by 6 കൂടി കണ്ടെത്തണം. ഓക്കെ, കൊസീക്ക് 7 pi by 6 കാണുന്നതിന് അതിന് കൊസീക്കോ പൈ പ്ലസ് പൈ ബൈ 6 എന്നാണ്. ഇത് 180 പ്ലസ് തീറ്റ തേർഡ് ക്വാഡ്രന്റിൽ കൊസീക്ക് നെഗറ്റീവ് ആണ്. മൈനസ് കൊസീക്ക് പൈ ബൈ 6 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ മൈനസ് കൊസീക്ക് പൈ ബൈ 6 എന്ന് പറയുന്നത് മൈനസ് സൈൻ 30യുടെ റെസിപ്രോക്കലാണ്. അപ്പോൾ അത് -2 എന്ന് കിട്ടും. -2. അപ്പോൾ ആ വാല്യൂ എല്ലാം ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എടുക്കുവാണ്. 2 സൈൻ സ്ക്വയർ പൈ ബൈ 6, ഓക്കെ, പ്ലസ് കൊസീക്ക് സ്ക്വയർ 7 pi by 6 into cos square pi by 3. That is 2 into, ഇത് sin 30 ആണ്. pi by 6 sin 30, 1/2 സ്ക്വയർ ആണ്. പ്ലസ് കൊസീക്ക് 7 pi by 6 -2 ആണ്. -2 സ്ക്വയർ ഇൻറ്റു ഇത് cos 60 ആണ്. cos 60യുടെ വാല്യൂ 1/2 ആണ്. സോ ഇത് 1/2 സ്ക്വയർ എന്നാവും. അപ്പോൾ ഇത് 2 into 1/4 പ്ലസ് 4 into 1/4. അപ്പോൾ 1 plus half എന്നാവും. ഇത് 1/2 plus 1, 3/2 എന്ന് കിട്ടും. That is the right hand side. Okay. Now the fourth one. If the sum of first 10 terms of an arithmetic progression is equal to first n terms of another arithmetic progression sum, then find the value of n. അപ്പോൾ ആ രണ്ട് സീക്വൻസ് ഉണ്ട്. ഇതിൻ്റെ n ടേംസിൻ്റെ സം എന്ന് പറയുന്നത് സെയിം ആണെന്നാണ്. അപ്പോൾ ആദ്യത്തെ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറയുന്നത് 2, 5, 8 എക്സെട്രയാണ്. എ എന്ന് പറയുന്നത് 2ഉം കോമൺ ഡിഫറൻസ് 3ഉമാണ്. എസ് എൻ കാണുന്നത് n/2 ഇൻറ്റു 2a പ്ലസ് n-1 ഇൻറ്റു d. That's equal to n/2 into 2 into 2 plus n-1 into 3. That is n/2 into 4 plus 3n minus 3. That is n/2 into 3n, 4 minus 3 is plus 1. n/2 into 3n plus 1. Okay. ഇനി രണ്ടാമത്തെ സീക്വൻസ് എന്ന് പറയുന്നത് 57, 59, 61 എക്സെട്ര ആണ്. എ എന്ന് പറയുന്നത് 57ഉം കോമൺ ഡിഫറൻസ് 2 ആണ്. അപ്പോൾ എസ് എൻ കാണുന്നത് n/2 ഇൻറ്റു 2a പ്ലസ് n-1 ഇൻറ്റു ഡി ആണ്. ദറ്റ് ഈസ് ഈക്വൽ ടു n/2 ഇൻറ്റു 2 ഇൻറ്റു 57 പ്ലസ് n-1 ഇൻറ്റു 2 എന്ന് കിട്ടും. That is n/2 into 114 plus 2n minus 2. That is n/2 into 2n plus 112 എന്ന് കിട്ടും. These two sums are same. Okay. അപ്പോൾ ഇത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ n/2 into 3n plus 1 is equal to n/2 into 2n plus 112. അപ്പോൾ n/2 ക്യാൻസൽ ആവും. 3n minus 2n is equal to 112 minus 1. So n is equal to 111. Okay. Now the fifth problem. The sum of first 3 terms of a geometric progression is 13/12 and their product is -1. Find the common ratio, find the geometric progression. അപ്പോൾ ഇതിൽ റെഫർ മാർച്ച് 2019 റെഫർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ കിട്ടും. ക്വസ്റ്റ്യൻ നമ്പർ 4. Okay. Now the sixth one.
Find the ratio in which the segment joining the points is divided by the xy plane. So ഇവിടെ ഒരു xy plane ഉണ്ട്, രണ്ട് points ഉണ്ട്. A is the point 2, 4, -3 and B is the point -3, 5, 4. The line joining A and B is this line. It is divided by the xy plane. Okay. അപ്പോൾ പി എന്ന് പറയുന്ന പോയിന്റ് ആണിത്. ലെറ്റ് പി ബി ദ പോയിന്റ്. ലെറ്റ് പി ഡിവൈഡ്സ് എ ബി in the ratio k is to 1. So ratio k is to 1, the points are 2, 4, -3 and -3, 5, 4. Therefore coordinates of P is equal to is the point mx2 k into -3 plus 1 into 2 by k plus 1. Next is k into 5 plus 1 into 4 by k plus 1. Then k into 4 plus 1 into -3 by k plus 1. 1 into -3 by k plus 1, that is equal to -3k plus 2 by k plus 1, 5k plus 4 by k plus 1 and 4k minus 3 by k plus 1. Okay, this is the coordinates of P. Now P lies on xy plane. Okay, P lies on xy plane. Therefore its z coordinate is 0. That is 4k minus 3 by k plus 1 is equal to 0, which implies 4k equal to 3 implies k is equal to 3 by 4. Therefore ratio is 3:4. That is the ratio. Now we have to find the coordinates of P. So put this value of k in this coordinate of P. Okay. അപ്പോൾ P എന്ത് കിട്ടും? Coordinates of second part. Coordinates of P is -3 into k value is 3 by 4. -3 into 3 by 4 plus 2 by 3 by 4 plus 1. Then 5 into 3 by 4 plus 4 by 3 by 4 plus 1 and z coordinate is 0. That's equal to, this is -9 plus 8, -1 by 4 divided by 7 by 4. Next is 16, 15, 31 by 4 divided by 7 by 4 and 0. By 4 cancel. So the coordinates are -1 by 7, then 31 by 7 and 0. Okay. Now question number 7. Find the derivative of cos x using first principle. Let f of x is equal to cos x. Okay. F of x equal to cos x. Then f of x plus h is equal to cos of x plus h. F of x plus h il ninnum f of x minus cheyyuka. That is cos of x plus h minus cos x. Cos c minus cos d is 2 cos c minus cos d is minus 2 sin. Minus 2 sin c plus d by 2 x plus h plus x by 2 into sin x plus h minus x by 2. That's equal to minus 2. Minus 2 sin 2x plus h by 2 into sin, here x cancel, h by 2. Okay. That is f of x plus h minus f of x in the value. Ini h കൊണ്ട് divide ചെയ്യാം.
ലിമിറ്റ് എടുക്കുക. ലിമിറ്റ് h tends to 0, f of x plus h minus f of x divided by h is equal to limit h tends to 0 minus 2 sine of 2x plus h by 2 into sine of h by 2 divided by h എന്നാണ്. ഒരു ബൈ 2 ഇൻറ്റു 2 കൊടുക്കുക. ഈ 2 ക്യാൻസൽ ആവും. അപ്പോൾ ഈ ലിമിറ്റ് എടുക്കുമ്പോൾ സൈൻ എച്ച് ബൈ 2 ബൈ എച്ച് ബൈ 2 1 ആണ്. ദാറ്റ്സ് ഈക്വൽ ടു ലിമിറ്റ് കൊടുക്കുമ്പോൾ മൈനസ് സൈൻ ഓഫ് 2x പ്ലസ് 0 ബൈ 2 ഇൻറ്റു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 സൈൻ എച്ച് ബൈ 2 ബൈ എച്ച് ബൈ 2 എന്നാവും. ദാറ്റ് ഈസ് മൈനസ് സൈൻ എക്സ് ഇൻറ്റു 1 എന്നാവും. ദാറ്റ് ഈസ് എഫ് ഡാഷ് എക്സ് ഡെറിവേറ്റീവ് ഈസ് minus sin x. Okay. Now see the eighth one. Find the derivative of cos x by 1 plus sin x with respect to x. Let f of x is equal to or y is equal to cos x divided by 1 plus sin x. Derivative by quotient rule. Denominator 1 plus sin x into d by dx of cos x minus cos x into d by dx of 1 plus sin x the whole divided by 1 plus sin x the whole square is equal to 1 plus sin x into derivative of cos x is minus sin x minus cos x into derivative of 1 is 0, derivative of sin x is cos x the whole divided by 1 plus sin x the whole square. Now simplifying this bracket, minus sin x into 1 minus sin x minus sin x into sin x minus sin square x minus cos square x divided by 1 plus sin x the whole square. Okay, that's equal to, it is minus sin x negative of sin square x plus cos square x by 1 plus sin x the whole square. That's equal to minus sin x minus 1 by 1 plus sin x the whole square. We can take negative 1 outside, so negative of sin x plus 1 divided by 1 plus sin x the whole square. A 1 plus sin x get cancelled, so minus 1 divided by 1 plus sin x. Okay, so that is the derivative of this function with respect to x. See, four graphs are given. Which of the above graph does not represent a function? The vertical line ടെസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇത് രണ്ട് ഗ്രാഫിനെ രണ്ട് പോയിന്റിൽ കട്ട് ചെയ്യുന്നത് ഈ ഗ്രാഫിലാണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് നോട്ട് എ ഫംഗ്ഷൻ. അതേപോലെ രണ്ടാമത്തത്, ഐഡന്റിഫൈ ദ സിഗ്നം ഫംഗ്ഷൻ ഫ്രോം ദ എബോവ് ഗ്രാഫ്. സിഗ്നം ഫംഗ്ഷൻ ഒന്നാമത്തെയാണ് എസ് ജി എൻ ഓഫ് എക്സ്. എഫ് എക്സ് ഇസ് ഈക്വൽ ടു നെഗറ്റീവ് 1, എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു നെഗറ്റീവ് 1 എന്താണ്, എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് 1, x less than 0 and equal to 0, x equal to 0 and equal to 1, x greater than 0. Okay, so first one is figure 2, second one is figure 1. Okay, now third one is write the domain and range of signum function. Domain is equal to set of real numbers and range is equal to set minus 1, 0 and 1. Okay, so ഇതിന് മുമ്പ് വരെ ചെയ്തത് 1 to 8 ക്വസ്റ്റ്യൻസ് വരെ 3 മാർക്സ് ആയിരുന്നു. അതിൽ ഏതെങ്കിലും ഏതെണ്ണമാണ് നമുക്ക് അറ്റൻഡ് ചെയ്യേണ്ടത്. അടുത്തത് 9 to 17 എന്ന് പറയുന്നത് 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അതിനകത്ത് നമുക്ക് ഏതെങ്കിലും 6 എണ്ണം ചെയ്യണം. Okay. Now question number 10. For every positive integer prove that 7 raised to n minus 3 raised to n is divisible by 4. Okay. അപ്പോൾ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ പ്രിൻസിപ്പിൾ ഓഫ് മാത്ത് PMI ഉപയോഗിച്ച് ചെയ്യേണ്ടതാണ്. 7 raised to n minus 3 raised to n is divisible by 4 where n belongs to capital N. So P of 1 എടുത്തു കഴിഞ്ഞാൽ 7 raised to 1 minus 3 raised to 1 is divisible by 4. That is 7 minus 3. 4 is divisible by 4.
Therefore, P of 1 is true. ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. 4നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അടുത്തത് assume that P of k is true. P of k ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യാം. ഓക്കെ, അപ്പോൾ P of k എന്ന് പറയുന്നത് 7 raised to k minus 3 raised to k is divisible by 4, where k is a natural number. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് P of k plus 1 ആണ്. അത് 7 raised to k plus 1 minus 3 raised to k plus 1 is divisible by 4 ആണെന്ന് പ്രൂവ് ചെയ്യണം. അതിന് 7 raised to k plus 1 minus 3 raised to k plus 1 എടുക്കുക. a raised to m plus n ഉപയോഗിച്ച് സ്പ്ലിറ്റ് ചെയ്താൽ ഇത് 7 raised to k into 7 raised to 1 എന്നും ഇത് 3 raised to k into 3 raised to 1 എന്നുമാണ്. raised to 1 എഴുതുന്നില്ല. ഓക്കെ, ഇനി ഇവിടെ ഒരു ടേം ആഡ് ചെയ്യാണ്. എങ്ങനെ ആഡ് ചെയ്യുന്നത്? ആഡ് ചെയ്യുന്നു, സബ്ട്രാക്ട് ചെയ്യുന്നു. ആ ടേം ഏതാണെന്ന് നോക്കാം. നമുക്ക് ദാറ്റ്സ് ഈക്വൽ ടു ആദ്യത്തെ 7 raised to k into 7 എന്നാണ്. ഇതിപ്പോൾ എഴുതുന്നില്ല. ഈ ടേം ഇപ്പോൾ എഴുതാതെ ഈ ടേം മാത്രമേ എഴുതുന്നു. ഇനി ഒരു ടേം മൈനസ് ചെയ്യാൻ വേണം. അതായത് മൈനസ് നമുക്ക് ഇത് വേണം, ഇത് ഫോം ചെയ്യണം. ഈ അസ്യൂം ചെയ്ത് വെച്ചിരിക്കുന്ന നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ 7 raised to kയുടെ 7 raised to kയും 3 raised to k ആയിട്ടുള്ള ഡിഫറൻസ് വരണം. അപ്പോൾ ഇവിടെ ഡിഫറൻസ് പറഞ്ഞെങ്കിൽ ഇവിടെ 7 raised to k into 7 ആണ്. അപ്പോൾ നമുക്ക് 3 raised to k ആയിട്ടുള്ള ഡിഫറൻസ് ആണ് വേണ്ടത്. 3 raised to k എന്ന് മാത്രം എഴുതിയാൽ ഇവിടെ കോമൺ ആയിട്ട് 7 എടുത്താലേ 7 raised to k minus 3 raised to k ഫോം ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇവിടെ into 7 ഇത് മൈനസ് ചെയ്യുന്നു. അതേ ടേം തന്നെ ആഡ് ചെയ്യുന്നു. 3 raised to k into 7 ആഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവിടെ എക്സ്ട്രാ നമ്മളിപ്പോൾ കൊടുക്കുന്നത്. ഇതാണ് ഇപ്പോൾ ഇവിടെ ആഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്യുന്നു, ആഡ് ചെയ്യുന്നു. എന്നിട്ട് ഇത് ഇവിടെ എഴുതാൻ പോവുകയാണ്. ഇത് അവസാനം എഴുതും മൈനസ് 3 raised to k into 3 എന്ന് എഴുതുന്നു. ദാറ്റ്സ് ഈക്വൽ ടു, ഇനി ഇവിടെ ആദ്യത്തെ രണ്ട് ടേം എടുത്താൽ 7 കോമൺ ആണ്. അപ്പോൾ 7 raised to k മൈനസ് 3 raised to k എന്ന് എഴുതാം. പ്ലസ് ഇത് 3 raised to k കോമൺ ആയാൽ, ഇതിൽ രണ്ടിലും 3 raised to k കോമൺ ആയാൽ 7 മൈനസ് 3 എന്ന് കിട്ടും. ദാറ്റ് ഈസ് 7 into 7 raised to k minus 3 raised to k plus 3 raised to k into 4 എന്ന് കിട്ടും. This is divisible by 4 by your assumption. This is a multiple of 4, so which is also divisible by 4. Therefore the sum is divisible by 4. First ഇത് divisible by 4 എന്ന് പറയാൻ കാരണം by your assumption ആണ്. ഇതാണ് കാരണം, assumption കാരണം divisible by 4 ആണ്. രണ്ടാമത്തെ 4ന്റെ മൾട്ടിപ്പിൾ ആണ്, സോ അതിനെ ഡിവൈഡ് ചെയ്യാം. Therefore P of k plus 1 is true. P of k plus 1 is true. Hence by PMI, hence by principle of mathematical induction, P of n is true for all natural number. Okay. Question number 11. In the figure, Z represent a complex number. Write the complex number in polar form. First one, polar form of the complex number is given by Z is equal to R into cos theta plus I sin theta. Modulus argument form or polar form. Okay. But R എന്ന് പറയുന്നത് modulus of Z ആണ്. R is equal to modulus of Z, that is given as √2 തന്നിട്ടുണ്ട്. Now theta, argument of Z theta is 3 pi by 4. Okay. So this complex number is √2 into cos of 3 pi by 4 plus I sin of 3 pi by 4. Okay, that's equal to √2 into cos of 3 pi by 4 is pi minus pi by 4 plus I into sin of pi minus pi by 4. Okay, now cos 180 minus theta, cos pi minus theta is minus cos theta. Okay, minus cos pi by 4 plus I into sin 180 minus theta is sin theta, sin pi by 4. That's equal to √2 into minus cos pi by 4 is 1 by √2 plus I into sin pi by 4 is 1 by √2. Now simplifying this bracket, √2 get cancelled, minus 1 plus I. So that is the complex number. Now second part. Find the real and imaginary part. Real part of Z is minus 1 and imaginary part of Z is 1. Not I alla 1 ആണ്. Third one, find the multiplicative inverse of Z in the form of A plus IB. Third one, multiplicative inverse of
z, multiplicative inverse is equal to 1 by z, that's equal to 1 by minus 1 plus I, multiplying the numerator and denominator by minus 1 minus I, ഇതിൻ്റെ കോഞ്ചുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, മൈനസ് 1 മൈനസ് ഐ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ന്യൂമറേറ്റർ മൈനസ് 1 മൈനസ് ഐയും ഡിനോമിനേറ്റർ ഇത് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഫോമാണ്, മൈനസ് 1 സ്ക്വയർ മൈനസ് ഐ സ്ക്വയർ, ദാറ്റ് ഈസ് മൈനസ് 1 മൈനസ് ഐ ഡിവൈഡഡ് ബൈ മൈനസ് 1 സ്ക്വയർ 1 ആണ്, ഐ സ്ക്വയർ നെഗറ്റീവ് 1 ആണ്, സോ ഇത് 2 എന്ന് കിട്ടും, ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 1/2 minus 1/2 I. Okay, so that is the multiplicative inverse of the given. Solve graphically. Okay, 2x plus y greater than 4, 2x plus y strictly greater than 4. അപ്പോൾ നമ്മൾ ആദ്യം 2x plus y equal to 4ൻ്റെ ഗ്രാഫ് വരയ്ക്കുന്നു. 2x plus y equal to 4, x y, when x is 0, y is equal to 4, y is equal to 0, x is equal to 2. So 0, 4 and 2, 0 are the points. 0, 4 is a point on the y-axis and 2, 0 is the point on the x-axis. See, 2x plus y greater than 4 ആണ്. ഈ greater than 4, less than 4 വന്നാൽ നമ്മൾ ഈ സ്ട്രെയിറ്റ് ലൈൻ ഡോട്ടഡ് ലൈൻ ഉപയോഗിച്ച് വരയ്ക്കുക എന്നുള്ളതാണ്. കാരണം ഈ ലൈനിലെ പോയിന്റ് ഇല്ല എന്നുള്ള റെപ്രസെൻറ്റേഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. The region does not contain the points on the line. ലൈനിലെ പോയിന്റ്സ് ഇല്ല. അപ്പോൾ അത് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളത് ഡോട്ടഡ് ലൈൻ ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്യാം. സോ ദാറ്റ് ഈസ് 2x പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 4. അടുത്തത് എക്സ് പ്ലസ് വൈ ലെസ് ദാൻ 3 എന്നാണ്. അപ്പോൾ എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 3 എടുക്കുക. എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 3ൽ എക്സ് വൈ, എക്സ് 0 വൈ 3, വൈ 0 എക്സ് 3. 0, 3 and 3, 0 are the points. അതും ഡോട്ടഡ് ലൈൻ ആണ്, ലെസ് ദാൻ 3 ആണ്. അപ്പോൾ ഡോട്ടഡ് ലൈൻ ഉപയോഗിച്ച് ആ പോയിന്റുകൾ തമ്മിൽ ജോയിൻ ചെയ്യുന്ന സ്ട്രെയിറ്റ് ലൈൻ എടുക്കുക. ഓക്കെ, അപ്പോൾ ഇത് 2x പ്ലസ് വൈ എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 3 ആണ്. എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 3, എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 3. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ 3 ഇനീക്വാളിറ്റിയും നമുക്ക് തന്നിരിക്കുന്നത് സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ ആയിട്ടുള്ളതും സ്ട്രിക്ട്ലി ലെസ് ദാൻ ആയിട്ടും. അടുത്തത് 2x മൈനസ് 3y, 2x മൈനസ് 3y ഇസ് ഈക്വൽ ടു 6 ആണ്. ഓക്കെ, എക്സ് വൈ, എക്സ് ഇസ് ഈക്വൽ ടു 0, വൈ മൈനസ് 2, വൈ 0 എക്സ് 3. അപ്പോൾ 0 മൈനസ് 2ഉം 3 0 ആണ്. 0 മൈനസ് 2ഉം 3 0 ആണ്. ഓക്കെ, 0 മൈനസ് 2 ആൻഡ് 3 0, ഇതാണ് 0 മൈനസ് 2 3 0. 2x മൈനസ് 3y ഈക്വൽ ടു 6. 2x പ്ലസ് വൈ, നമ്മുടെ ഇനീക്വാളിറ്റി, ആദ്യത്തെ ഇനീക്വാളിറ്റി 2x പ്ലസ് വൈ ഗ്രേറ്റർ ദാൻ 4 ആണ്. അറ്റ് ദി ഒറിജിൻ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 0 ഗ്രേറ്റർ ദാൻ 4 എന്ന് വരും, വിച്ച് ഈസ് ഫോൾസ്. അപ്പോൾ ഇവിടെ ഒറിജിൻ ഇല്ലാത്ത ഹാഫ് പ്ലെയിൻ ആണ്. 2x പ്ലസ് വൈയിൽ ഒറിജിൻ ഇല്ലാത്ത ഹാഫ് പ്ലെയിൻ. അപ്പോൾ ഇവിടുന്ന് റൈറ്റ് സൈഡിലേക്കായിരിക്കും, ഇവിടുന്ന് റൈറ്റ് സൈഡിലേക്കാണ് റീജിയൻ. ഓക്കെ, ഒറിജിൻ ഉള്ള ഹാഫ് പ്ലെയിൻ ആണെങ്കിൽ ലെഫ്റ്റ് സൈഡിലേക്ക്, ഇവിടുന്ന് ഇങ്ങോട്ട് താഴേക്ക് വന്നാൽ. ഓക്കെ, അടുത്തത് എക്സ് പ്ലസ് വൈ ലെസ് ദാൻ 3, എക്സ് പ്ലസ് വൈ ലെസ് ദാൻ 3. സോ അറ്റ് ദി ഒറിജിനിൽ 0 ലെസ് ദാൻ 3 വരും, അത് ട്രൂ ആണ്. അപ്പോൾ എക്സ് പ്ലസ് വൈയിൽ ഒറിജിനുള്ള ഹാഫ് പ്ലെയിൻ ആണ്. അപ്പോൾ ഇവിടുന്ന് ലെഫ്റ്റ് സൈഡിലേക്കാവും, ഇങ്ങോട്ടാവും. ഓക്കെ, അടുത്തത് 2x മൈനസ് 3y ലെസ് ദാൻ 6 ആണ്. അവിടെ ഒറിജിൻ കൊടുത്താൽ 0 ലെസ് ദാൻ 6 ആവും, അത് ട്രൂ ആണ്. അപ്പോൾ അവിടെ ഒറിജിൻ സൈഡിലേക്കാണ്, ഇവിടെ ഇങ്ങോട്ടാണ്, ഒറിജിനുള്ള ഹാഫ് പ്ലെയിനിലേക്കാണ്. അപ്പോൾ നമുക്ക് വരുന്ന റീജിയൻ എന്ന് പറയുന്നത് ഈ ഒരു ട്രയാങ്കിളിനകത്ത് കിടക്കുന്ന ഈ റീജിയൻ ആണ് നമ്മുടെ ഇനീക്വാളിറ്റിയുടെ സിസ്റ്റം ഓഫ് ഇനീക്വാളിറ്റീസിൻ്റെ സൊല്യൂഷൻ ആയിട്ട് വരുന്നത്. ഈ ട്രയാങ്കിളാണ്. ഓക്കെ, this is the solution of the system of given inequalities. Okay, now number 13, find the middle term in the expansion of x square 3 minus x cube by 6 the whole raised to 8. See, middle term equal to, since middle term equal to
since power is an even number, n by 2, power by 2 plus 1 the term, that is the fifth term is the middle term. Okay, now r plus 1 the term is NCR a raised to n minus r b raised to r, that is 8CR. A is 3 raised to 8 minus r into minus x cube by 6 raised to r. Okay, to find the middle fifth term, put r is equal to 4. Put r is equal to 4. T5 equal to 8C4 3 raised to 8 minus 4 minus x cube by 6 raised to 4. Okay, that's equal to 8C4. 8C4 is 8 into 7 into 6 into 5 by 1 into 2 into 3 into 4 into 3 raised to 4, 3 into 3 into 3 into 3 into, see, negative raised to 4 is positive, then x cube raised to 4 is x raised to 12 divided by 6 raised to 4 is 6 into 6 into 6 into 6. Okay, that's equal to 2, 4, 8 cancel, 1, 3, 3 cancelled, 1, 6 cancelled, the 6 get cancelled, denominator 2, again 6 cancel, denominator 2, again 6 cancel, denominator 2. Okay, so 35 divided by 2 into 2 into 2, 35 by 8, x raised to 12. Okay, find the area of the triangle formed by the line joining the vertex of the parabola y square is equal to 12x. First one, y square is equal to 12x. The parabola, type varuna parabola, y square is equal to 12x. അതിൻ്റെ വെർട്ടെക്സ് എന്ന് പറയുന്നത് ഒറിജിൻ ആണ്. ടു ദി എൻഡ്സ് ഓഫ് ദി ലാറ്റസ് റെക്റ്റം, ലാറ്റസ് റെക്റ്റം എന്ന് പറയുന്നത് എൽ ഡാഷ് ആണ്. എൽ ഡാഷ് ആണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഈ ട്രയാങ്കിളാണ് ഏരിയ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ പോയിന്റ് ഫോക്കസ് ആയതുകൊണ്ട് തന്നെ ഇവിടെ y സ്ക്വയർ ഈസ് ഈക്വൽ ടു 12x-ൽ ഫോക്കസ് എന്ന് പറയുന്നത് 4a ഈസ് ഈക്വൽ ടു 12-ഉം എയുടെ വാല്യൂ 3 എന്ന് കിട്ടും. അപ്പോൾ ഈ പോയിന്റ് 30 ആണ്. ഓക്കെ, അടുത്ത ലെങ്ത് ഓഫ് ദി ലാറ്റസ് റെക്റ്റം. ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് എൽ ഡാഷിൻ്റെ വാല്യൂവും പിന്നെ ഹൈറ്റും കിട്ടിയാൽ ഹാഫ് BH നമുക്ക് ഉപയോഗിക്കാം. ഈ ഹൈറ്റ് എന്ന് പറയുന്നത് ഇവിടെ ഇപ്പോൾ 3 ആണ്. ഇതാണ് ട്രയാങ്കിളിൻ്റെ ഏരിയ കാണാനായിട്ട്. ഓക്കെ, ഇത് ഫോക്കസിനെ നമുക്ക് എഫ് എന്ന് വിളിക്കാം. ഇത് ഒറിജിൻ, വെർട്ടെക്സ് ഒറിജിൻ ആണ്. ഓക്കെ, അപ്പോൾ എൽ ഡാഷ്, ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം, ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം that is equal to 4a. 4a വാല്യൂ 12 ആണ്. therefore area of triangle OLL dash, area of triangle OLL dash, area of triangle OLL dash is equal to half into base നമുക്ക് LL ഡാഷും ഹൈറ്റ് OF ആയിട്ട് എടുക്കാം. that is equal to 1/2 into LL dash 12 ആണ്, OF 3 ആണ്, which is equal to 6 into 3 18 square unit എന്ന് വരും. ഓക്കെ, 18 square units. Okay, now the second part. Hence find the equation of a circle with center at the focus of the above parabola and diameter as the latus rectum. So equation of the circle, equation of circle at center A0 means here it is 30, and radius is equal to length of latus rectum. Sorry, diameter as the length of latus rectum. So radius is equal to 12/2, radius 6 ആണ്. So equation is x minus 3 the whole square plus y minus 0 the whole square equal to 6 square. That is x square minus 6x plus 9 plus y square
minus 36 equal to 0, or x square plus y square minus 6x minus 27, minus 6x minus 27 equal to 0. That is equation of the circle. Okay. Now question number 15. Find the negation of the statement all triangles are not equilateral triangle. Okay. All triangles are not equilateral triangle. Its negation is all triangles are equilateral. Triangles are equilateral. Okay. Then second one. Prove by method of contradiction that root 7 is irrational. Assume that root 7 is rational. നമ്മൾ കുറേ പ്രോബ്ലം ചെയ്തതാണ്. Assume that root 7 is rational. അങ്ങനെ റാഷണൽ ആയാൽ റൂട്ട് 7നെ പി ബൈ ക്യൂ ഫോമിൽ എഴുതാം. വേർ GCD ഓഫ് പി കോമ ക്യൂ എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ. ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ ഓഫ് പി കോമ ക്യൂ 1 ആണ്. is 1. അപ്പോൾ p is equal to root 7q, p square equal to 7q square. That is 7 divides p square implies 7 divides p. p നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 7 divides p എന്ന് പറയുമ്പോൾ p എന്ന് പറയുന്ന നമ്പറിനെ 7ന്റെ മൾട്ടിപ്പിൾ ആക്കി എഴുതാം. 7k എന്ന് എഴുതാം. അപ്പോൾ ഇക്വേഷൻ നമ്പർ 1 എന്ന് പറയുന്നത് ഇങ്ങനെ മാറും. എങ്ങനെയാവും? 7k the whole square is equal to 7q square എന്ന് കിട്ടും. അപ്പോൾ 7 square k square equal to 7q square എന്നാവും. ഒരു 7 കട്ടാവും. അപ്പോൾ 7k square is equal to q square എന്നാവും. 7k square equal to q square. That is 7 divides q square, which implies 7 divides q എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് കിട്ടിയത് 7 divides p എന്ന് കിട്ടി, 7 divides q എന്ന് കിട്ടി. നമ്മൾ ആദ്യം എഴുതി വെച്ചിട്ടുണ്ട് പീനെയും ക്യൂവിനെയും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ നമ്പർ 1 ആണെന്ന്. അപ്പോൾ 1നേക്കാൾ വലിയൊരു നമ്പർ ഇവിടെ കിട്ടി. അത് നമ്മുടെ അസംഷൻ റോങ് ആണ്, കോൺട്രഡിക്റ്റ് ചെയ്യും. Therefore, which is a contradiction. Which is a contradiction to our assumption that എന്താ assumption that GCD of P, Q is 1 എന്ന അസംഷന് കോൺട്രഡിക്റ്റ് ചെയ്യും. Therefore, our assumption is wrong. Assume that root 7 is rational എന്ന് പറയുന്ന കാര്യം തെറ്റാണ്. Therefore, root 7 is irrational. Okay. Now, sixteenth one. Find the probability that when 7 cards are drawn from a well-shuffled deck of 52 cards, it contains first one all kings. See, all kings means in this 7 card 4 kings plus 3 non-king. നമ്മൾ ചെയ്ത ഒരു പ്രോബ്ലം ആണ്. ഓക്കെ. 4 കിങ്ങും 3 നോൺ കിങ്ങും ആണ്. മുഴുവൻ 7 കാർഡ് സെലക്ട് ചെയ്യണം. അതിൽ ഒന്നാമത്തെ പ്രോബ്ലം വന്നിരുന്നത് എല്ലാം എടുക്കുന്ന 7 എണ്ണത്തിൽ മുഴുവൻ കിങ്ങും ഉണ്ടാവുക. മുഴുവൻ കിങ് എന്ന് പറയുമ്പോൾ ആകപ്പാടെ 4 കിങ്ങേ ഉണ്ടാവുള്ളൂ. സോ 4 കിങ്. ഈ 4 കിങ് ചൂസ് ചെയ്യേണ്ടത് നമുക്ക് ടോട്ടൽ 4 കിങ് കാർഡിൽ നിന്നായിരിക്കണം ചൂസ് ചെയ്യേണ്ടത്. അതുപോലെ നോൺ കിങ് എന്ന് പറയുന്നത് ബാക്കി 48 നോൺ കിങ്ങും ഉണ്ടാവും. ഓക്കെ. അപ്പോൾ ദിസ് 4 കിങ്സ് ക്യാൻ ബി സെലക്ടഡ് ഫ്രം ദിസ് 4 കിങ്സ്. 4 കിങ് cards can be selected from 4 king cards in 4 ways. Okay. Next, 3 non-king can be selected from 48 non-king. ടോട്ടൽ 52 ആണ്. അതിൽ 4 കിങ് ആണെങ്കിൽ ബാക്കി 48 നോൺ കിങ് ആണ്. in 48C3 ways. ഓക്കെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ 7 കാർഡിൻ്റെ സെലക്ഷൻ എന്ന് പറയുന്നത്. ഇനി 7 കാർഡ് എങ്ങനെ സെലക്ട് ചെയ്യാം? ടോട്ടൽ നമ്പർ ഓഫ് സെലക്ഷൻ എന്ന് പറയുന്നത്. ടോട്ടൽ നമ്പർ ഓഫ് സെലക്ഷൻ
of 7 cards from 52 cards is equal to 52C7 ആണ്. Therefore first one, therefore ഇത് തന്നെയാണ് ഒന്നാമത്തെ നമുക്ക് ഇനി എഴുതാം. ഒന്നാമത്തെ ഇവിടെ നമ്പർ ഇട്ടിട്ടുണ്ടല്ലോ. ഓക്കെ. Therefore probability of all kings is equal to 52C7. ടോട്ടൽ ഇവിടെ 4C4 4 കിങ്, 48 നിന്നും 3 കിങ്. ഓക്കെ. അടുത്തത് രണ്ടാമത്തത് 3 കിങ് ആണ്. അപ്പം അത് ഉപയോഗിച്ച് എങ്ങനെ പറയും? 3 കിങ് പ്രോബബിലിറ്റി ഓഫ് 3 കിങ് കാർഡിൻ്റെ എത്ര വരും? 52C7 ആണ് ടോട്ടല്. 3 കിങ് എന്ന് പറയുമ്പോൾ 4C3 വരും. 4 കിങ്ങിൽ നിന്ന് 3 കിങ് 4C3 ബേസിൽ എടുക്കാം. 48 നിന്നായിരിക്കണം ബാക്കി 7 എടുക്കേണ്ടത്. ഇവിടെ 3 കിങ് എടുത്തു. ഇനി മിച്ചം 4 നോൺ കിങ് ആണ്. അത് 48 നിന്ന് എടുക്കും. സോ 48C4 എന്നാവും. ഓക്കെ. ഇത് ആദ്യത്തെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 1 ഡിവൈഡഡ് ബൈ 7735 ഇത് 9 ഡിവൈഡഡ് ബൈ 1547. ഓക്കെ. Now 17. Solve sin 2x. First one. ഈ പ്രോബ്ലം നോക്കുമ്പോൾ അറിയാൻ പറ്റും ഇതേ ടൈപ്പ് തന്നെ തീർച്ചയായിട്ടും ചോദിച്ചുകൊണ്ടിരിക്കുന്ന റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നത്. sin 6x ആദ്യം എഴുതുന്നു, sin 2x രണ്ടാമത് എഴുതുന്നു, മൈനസ് sin 4x എഴുതുന്നു. ഇതിൽ ആദ്യത്തെ sin c പ്ലസ് sin d അപ്ലൈ ചെയ്താൽ 2 sin c പ്ലസ് d ബൈ 2 6x പ്ലസ് 4x ബൈ 2 ഇൻറ്റു cos 6x മൈനസ് 4x ബൈ 2 minus sin 4x is equal to 0. That is 2 sin 5x അല്ല 10x അല്ല 8x ആണ്. 6x plus 2x ആണ്. 6x plus 2x 6x minus 2x ആണ്. എന്താ അങ്ങനെ പറ്റിയത്? 6x plus 2x 6x minus 2x ആണ്. അപ്പോൾ ഇത് 8x by 2 4x എന്നാവും. sin 4x cos ഇത് 4x by 2 2x എന്നാവും. മൈനസ് sin 4x is equal to 0. ഇവിടെ sin 4x കോമൺ ഫാക്ടർ ആയിട്ട് എടുത്താൽ 2 cos 2x minus 1 is equal to 0. That is sin 4x is equal to 0 or 2 cos 2x minus 1 equal to 0. അപ്പോൾ 4xൻ്റെ വാല്യൂ n പൈ എന്നാവും, അല്ലെങ്കിൽ cos 2xൻ്റെ വാല്യൂ 1/2 എന്നാവും. 4x n പൈ ആയാൽ എക്സിൻ്റെ വാല്യൂ n പൈ ബൈ 4 എന്ന് കിട്ടും. n എലമെന്റ് ഓഫ് z. ഇനി cos 2xന് ഹാഫ് എന്ന് കൊടുത്താൽ ഈ ഹാഫിനെ നമുക്ക് cos ഓഫ് പൈ ബൈ 3 എന്ന് എഴുതാം. cos 60 ആണ്. cos ഓഫ് പൈ ബൈ 3 എന്ന് എഴുതാം. ഓക്കെ. അപ്പോൾ രണ്ട് കോസ് റേഷ്യോ സെയിം ആയാൽ, അതായത് cos x is equal to cos ആൽഫ ആയാൽ എക്സിൻ്റെ വാല്യൂ 2n പൈ പ്ലസ് ഓർ മൈനസ് ആൽഫയാണ്. അപ്പോൾ ഇവിടെ 2xൻ്റെ വാല്യൂ നമുക്ക് എങ്ങനെ എഴുതാം? 2xൻ്റെ വാല്യൂ 2n പൈ പ്ലസ് ഓർ മൈനസ് ആൽഫയ്ക്ക് പകരം പൈ ബൈ 3 ആണ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ n പൈ പ്ലസ് ഓർ മൈനസ് പൈ ബൈ 6 എന്ന് കിട്ടും. സോ ദാറ്റ് ഈസ് x is equal to n പൈ ബൈ 4 or x is equal to n പൈ പ്ലസ് ഓർ മൈനസ് പൈ ബൈ 6 where n belongs to z. ഓക്കെ. ഇനി അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. സെക്കൻഡ് പാർട്ട് എ പ്ലസ് ബി ബൈ സിയുടെ വാല്യൂ ഇങ്ങനെ പ്രൂവ് ചെയ്യാനായിട്ടാണ്. എ പ്ലസ് ബി ബൈ സിയുടെ വാല്യൂ. അപ്പോൾ ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് സൈൻ റൂളാണ്. എ ബൈ സൈൻ എ ഈക്വൽ ടു ബി ബൈ സൈൻ ബി ഈക്വൽ ടു സി ബൈ സൈൻ സിയുടെ വാല്യൂ ഒരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ എ പ്ലസ് ബി ബൈ സിക്ക് പകരം എക്ക് പകരം കെ സൈൻ എന്ന് എഴുതാം. കെ സൈൻ എ പ്ലസ് കെ സൈൻ ബി ഡിവൈഡഡ് ബൈ കെ സൈൻ സി. അപ്പോൾ കെ കോമൺ ആയിട്ട് എടുത്താൽ ന്യൂമറേറ്റർ സൈൻ എ പ്ലസ് സൈൻ ബി ഡിവൈഡഡ് ബൈ കെ സൈൻ സി എന്നാവും. അതിൽ കെ ക്യാൻസൽ ആവും. ഓക്കെ. അപ്പോൾ സൈൻ എ പ്ലസ് സൈൻ ബി എന്ന് പറയുന്നത് ഓക്കെ, സൈൻ എ പ്ലസ് സൈൻ ബിയുടെ റിസൾട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം. എന്താണ്? സൈൻ സി പ്ലസ് സൈൻ ഡി നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണോ അതേപോലെ തന്നെ സൈൻ എ പ്ലസ് സൈൻ ബിയുടെ വാല്യൂ നമുക്ക് എഴുതാം. സൈൻ എ പ്ലസ് സൈൻ ബി ഇസ് ഈക്വൽ ടു 2 സൈൻ എ പ്ലസ് ബി ബൈ 2 സൈൻ എ പ്ലസ് ബി ബൈ 2 ഇൻറ്റു കോസ് എ മൈനസ് ബി ബൈ 2 എന്നാണ്.
ആ റിസൾട്ട് അവിടെ അപ്ലൈ ചെയ്താൽ മതി. അതുപോലെ സിയുടെ വാല്യൂ നമുക്ക് സിക്ക് പകരം അങ്ങനെ കാരണം ഡിനോമിനേറ്റർ സൈൻ സി ബൈ 2 നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അത് അതുപോലെ തന്നെ കിടക്കട്ടെ തൽക്കാലം. അപ്പോൾ സൈൻ എ പ്ലസ് സൈൻ ബിയുടെ വാല്യൂ 2 സൈൻ എ പ്ലസ് ബി ബൈ 2 ഇൻറ്റു കോസ് എ മൈനസ് ബി ബൈ 2 ഡിവൈഡഡ് ബൈ സൈൻ സി എന്നാണ്. ഓക്കെ, ഈ സൈൻ സിനെ നമുക്ക് 2 സൈൻ സി ബൈ 2 കോസ് സി ബൈ 2 എന്ന് എഴുതാം. അപ്പോൾ 2 കട്ടാവും. ഓക്കെ, 2 കട്ടാവും. ഡിനോമിനേറ്ററിൽ ഒരു സൈൻ സി ബൈ 2 ഉണ്ട്, ഇവിടെ കോസ് എ മൈനസ്, ഇതൊക്കെ നമുക്ക് ആൻസറിലേക്ക് എത്താനുള്ള കാര്യങ്ങളായി. ഇനി വേണ്ടത് സൈൻ എ പ്ലസ് ബി ബൈ 2 കോസ് സി ബൈ 2 അവ തമ്മിൽ കണക്ട്, അത് കട്ട് ചെയ്ത് പോകണം. അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എ പ്ലസ് ബി പ്ലസ് സി, എ പ്ലസ് ബി പ്ലസ് സിയുടെ വാല്യൂ പൈ ആണ്. അപ്പോൾ എ പ്ലസ് ബിയുടെ വാല്യൂ പൈ മൈനസ് സി എന്നാവും. എ പ്ലസ് ബി ബൈ 2വിൻ്റെ വാല്യൂ പൈ ബൈ 2 മൈനസ് സി ബൈ 2 എന്ന് കിട്ടും. ഓക്കെ, സോ എ പ്ലസ് ബി ബൈ 2 ഈസ് റീപ്ലേസ്ഡ് ബൈ, ഇപ്പോൾ സൈൻ ഓഫ് ഇത് എ പ്ലസ് ബി ബൈ 2വിന് പകരം പൈ ബൈ 2 മൈനസ് സി ബൈ 2 എന്ന് എഴുതാം. ഇൻറ്റു കോസ് ഓഫ് എ മൈനസ് ബി ബൈ 2 ഡിവൈഡഡ് ബൈ സൈൻ സി ബൈ 2. സോറി, യെസ്, സൈൻ സി ബൈ 2 ഇൻറ്റു കോസ് സി ബൈ 2. ഇനി സൈൻ 90 മൈനസ് തീറ്റയാണ്, അത് കോസ് തീറ്റയാവും. കോസ് സി ബൈ 2 എന്നാവും. ഇൻറ്റു കോസ് ഓഫ് എ മൈനസ് ബി ബൈ 2 ഡിവൈഡഡ് ബൈ സൈൻ സി ബൈ 2 ഇൻറ്റു കോസ് സി ബൈ 2. കോസ് സി ബൈ 2 കട്ടാവും. സോ ദാറ്റ് ഇസ് ദി RHS. ഓക്കെ, നെക്സ്റ്റ് വൺ, നമ്പർ 18. NC8 NC9 എന്നാണ്. NC8 is equal to NC9 എന്നാണ്. NC8 is equal to NC8 എന്ന് വരത്തില്ല. ഓക്കെ, NC8 is equal to NC9. ഫസ്റ്റ് വൺ, NCP is equal to NCQ വന്നാൽ ഇതാണ് ഓർക്കേണ്ട റിസൾട്ട്. ഐദർ P is equal to Q ആണ്, അല്ലെങ്കിൽ P plus Qൻ്റെ വാല്യൂ N ആണ്. ഇവിടെ P is equal to Q എന്ന് എടുക്കാം, 8 9 ഈക്വൽ അല്ല. അപ്പോൾ പിന്നെ വരുന്ന Nൻ്റെ വാല്യൂ 8 plus 9 that is 17 എന്നാണ്. ഓക്കെ, രണ്ടാമത്, how many ways can the letters of the word permutations be arranged so that the words start with P and end with S എന്നാണ്. ഓക്കെ, start with P and end with S എന്നാണ്. അപ്പോൾ end with S എന്ന് കൊടുക്കുമ്പോൾ പിയും എസും നമുക്ക് ഫിക്സ് ചെയ്താൽ മതി. end with S, അങ്ങനെ പിയും എസും ഫിക്സ് ചെയ്യുക. ആദ്യവും അവസാനവും പിയും എസും ഫിക്സ് ചെയ്യുക. പി ആദ്യം ഫിക്സ് ചെയ്യുക, എസ് അവസാനം ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലെറ്റേഴ്സ്, ഇതിനിടയ്ക്കുള്ള ലെറ്റേഴ്സ് അറേഞ്ച് ചെയ്താൽ മതിയാവും. ഇതിനിടയ്ക്ക് ടോട്ടൽ നമ്പർ ഓഫ് ലെറ്റേഴ്സ് എന്ന് പറയുന്നത് 12 ആണ്. 1 2 3 4 5 6 7 8 9 10 11 12. ടോട്ടൽ നമ്പർ ഓഫ് ലെറ്റേഴ്സ് 12 ആണ്. ഇത് രണ്ടെണ്ണം പോയാൽ ഇവിടെ വരുന്നത് 10 ലെറ്റേഴ്സ് ആണ്. അപ്പോൾ ഈ 10 ലെറ്റേഴ്സിൻ്റെ അറേഞ്ച്മെൻറ്റ് നോക്കിയാൽ മതി. പിയും എസും മാറ്റിയാൽ, പിയും എസും മാറ്റിയിട്ട് 10 ലെറ്റേഴ്സിൻ്റെ അറേഞ്ച്മെൻറ്റ് നോക്കിയാൽ മതി. പിയും എസും മാറ്റിയിട്ട് 10 ലെറ്റേഴ്സ് അറേഞ്ച് ചെയ്യാം. ഇങ്ങനെ അറേഞ്ച് ചെയ്യുമ്പോൾ നമ്പർ ഓഫ് വേർഡ്സ് കിട്ടും വിത്ത് ഇനീഷ്യൽ പിയും ആൻഡ് ടെർമിനൽ എസും. സ്റ്റാർട്ട് വിത്ത് പി ആൻഡ് എൻഡ് ഇൻ എസ് എന്നാണ്. ഓക്കെ, അപ്പോൾ ഈ ടോട്ടൽ നമ്പർ ഓഫ് അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് therefore ടോട്ടൽ നമ്പർ ഓഫ് അറേഞ്ച്മെന്റ് ഓർ ടോട്ടൽ നമ്പർ ഓഫ് വേർഡ്സ്, എ പാർട്ട്, ടോട്ടൽ നമ്പർ ഓഫ് വേർഡ്സ് ഈസ് ഈക്വൽ ടു 10 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ, ഇനി റിപ്പീറ്റ് ചെയ്ത് നോക്കാം. ഈ റിപ്പീറ്റ് ചെയ്യുന്നതിൽ T 2 ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, വേറൊരു ലെറ്ററും റിപ്പീറ്റ് ചെയ്യുന്നില്ല. സോ 10 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ ആണ്. ഓക്കെ, അടുത്തത് അതിൻ്റെ ബി പാർട്ടാണ്. ബി പാർട്ട്, വാട്ട് ഇസ് ദ ബി പാർട്ട്? വവ്വൽസ് ആർ ഓൾ ടുഗദർ. ഈ വവ്വൽസ് ടുഗദർ എന്ന് പറയുമ്പോൾ വവ്വൽസിനെ എല്ലാം ഒറ്റ സിംഗിൾ ഗ്രൂപ്പായിട്ട് എടുക്കുക. ഇവിടെ വവ്വൽസ് വരുന്നത് ഇ ഉണ്ട്, ഇ യു, ഓക്കെ, എ ഇ യു ഐ ഒ യു, പിന്നെ വരുന്നത് എ ഐ ഒ, എ ഇ ഐ ഒ യു എല്ലാം വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ 5 ഡിഫറൻറ്റ് വവ്വൽസ് ആണ്. 5 വവ്വൽസ് ഇതിനകത്തുണ്ട്. പിന്നെ ഇതിനകത്ത് വരുന്നത്
5 മാറ്റിയാൽ പിന്നെ ലെറ്റേഴ്സ് വരുന്നത് പി ഇ ഇല്ല, ആർ എം ടി ടി എൻ. then S. ഓക്കെ, സോ ഇത് എത്ര ലെറ്റേഴ്സ് ഉണ്ട്? ഇത് 5 പോയി കഴിഞ്ഞാൽ ഇത് 7 ലെറ്റേഴ്സ് ഉണ്ട്. 7 ലെറ്റേഴ്സ്. അപ്പോൾ ഈ 7 ലെറ്റേഴ്സും ഈ ബോക്സിന് ഒരു സിംഗിൾ ലെറ്റർ ആയിട്ട് കൺസിഡർ ചെയ്യുക, 1 ലെറ്റർ. അപ്പോൾ ടോട്ടൽ 8 ലെറ്റേഴ്സ് ഉണ്ടാവും. ഓക്കെ, സോ ടോട്ടൽ നമ്പർ ഓഫ് ലെറ്റേഴ്സ് എന്ന് പറയുന്നത് 8 ആണ്. അപ്പോൾ നമ്പർ ഓഫ് arrangements is equal to 8 factorial divided by, ഇതിൽ 7ല് 2 പ്രാവശ്യം ടി റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, സോ 2 ഫാക്ടോറിയൽ ഇടാം. അപ്പോൾ ഇവിടെ കൊണ്ട് തീരുന്നില്ല. എന്താ കാരണം? ഈ ബോക്സിൽ ഇട്ടിട്ട് ഈ വവ്വൽസ് പരസ്പരം നമുക്ക് അറേഞ്ച് ചെയ്യാം. ഓക്കെ, വവ്വൽസ് ക്യാൻ ബി അറേഞ്ച്ഡ് ഇൻ 5 vowels. 5 vowels can be arranged in 5 factorial ways. അപ്പോൾ അതുകൂടി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. സോ ഇൻറ്റു 5 factorial. So that is the total number of words. Okay, now the third part. What is the third part? How many words with or without meaning, each of 3 vowels and 2 consonants, can be formed from the letters of the word involute? Involute containing INVOLUTE. That is the word. This word contain 4 vowels. 4 vowels. IOEU and 4 consonants. 4 consonants NVL and T. Okay, so we have to form 3 vowels. Okay, 3 vowels and see, നമുക്ക് ഇതിനകത്തുനിന്ന് 3 vowelsഉം 2 consonantsഉം വെച്ചുള്ള വേർഡ്സ് ആണ് ഫോം ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ നമ്മുടെ കയ്യിലുള്ളത് ടോട്ടൽ 4 vowels ആണ്. അപ്പോൾ ഈ 4 vowelsൽ നിന്നും നമുക്ക് 3 vowels സെലക്ട് ചെയ്യണം. ഓക്കെ, 4 vowelsൽ നിന്നും 3 vowels എത്ര രീതിയിൽ സെലക്ട് ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, അങ്ങനെയാണ്, കോമ്പിനേഷൻ ആണ്. 3 vowels can be selected from 4 vowels in 4C3 ways. അതേപോലെ 2 consonants can be selected from 4 consonants in 4C2 ways. Okay, അങ്ങനെയാണെങ്കിൽ therefore the number of words, അപ്പോൾ ഇങ്ങനെ 3 vowelsഉം 2 consonantsഉം ചേർന്നാൽ നമുക്ക് കിട്ടുന്നത് 5 letter വേർഡാണ്. ആ 5 letter വേർഡിൽ നമ്മൾ ഇങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ 5 letters can be arranged in 5 factorial ways. 5 letters can be arranged in 5 factorial ways. Therefore total number of words is equal to 4C3 into 4C2 into 5 factorial. Okay, അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 2880 എന്ന് കിട്ടും. Okay, now question number 19. Find the equation of the line passing through the point 38 and perpendicular to the line. See the first one, passing through the point 38, x1 y1 എന്ന് പറയുന്നത് 38 ആണ്, ഒരു പോയിന്റ് തന്നിട്ടുണ്ട്. ആൻഡ് പെർപെൻഡിക്കുലർ ടു ദ ലൈൻ, ഗിവൺ ലൈൻ, തന്നിരിക്കുന്ന ലൈൻ എന്ന് പറയുന്നത് എക്സ് പ്ലസ് 3y മൈനസ് 7 ഈക്വൽ ടു 0 എന്നാണ്. ഇതിൻ്റെ സ്ലോപ്പ് കാണുന്നത് മൈനസ് കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് ബൈ കോഎഫിഷ്യൻ്റ് ഓഫ്
y എന്നാണ്. -1/3 എന്ന് കിട്ടും. Therefore slope of perpendicular line is equal to ഇതിൻ്റെ -1 divided by -1/3, അപ്പോൾ 3 എന്ന് കിട്ടും. കാരണം ഇതിൻ്റെ പ്രോഡക്റ്റ് എന്താകണം? ഇതിൻ്റെ പ്രോഡക്റ്റ് -1 ആകണം. അതുകൊണ്ടാണ് ഇത് -1/3 ആണെങ്കിൽ ഇവിടെ 3 ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ സ്ലോപ്പ് therefore equation of the line is y minus y1 equal to m into x minus x1 ഉപയോഗിക്കാം. That is y minus y1 8 ആണ്, is equal to സ്ലോപ്പ് ഇവിടെ 3 ആണ് into x minus x1. y minus 8 is equal to 3x minus x1 ൻ്റെ വാല്യൂ 3 ആണ്, 3. അപ്പോൾ 3x minus 9 എന്നാവും. or 3x minus y minus 1 equal to 0. 3x minus y minus 1 is equal to 0. Now second part. Also find the image of the point with respect to the line. Okay. അപ്പോൾ ഈ ലൈനിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഇമേജ് വേണം. അപ്പോൾ ഇമേജിനെ നമുക്ക് ഇപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ നമുക്ക് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ പാസിംഗ് ത്രൂ ദ പോയിന്റ് 3, 8 and perpendicular to x plus 3y minus 7 is equal to 0. X plus 3y this line is passing through the point 3, 8 ലൂടെ പാസ് ചെയ്യുന്നുണ്ട്. ആൻഡ് പെർപെൻഡിക്കുലർ ടു ഇതിന് പെർപെൻഡിക്കുലർ ആണ്. ഇതിന് പെർപെൻഡിക്കുലർ ആവുമ്പോൾ പെർപെൻഡിക്കുലർ ടു എക്സ് പ്ലസ് 3y മൈനസ് 7 ഈക്വൽ ടു 0 എന്നാണ്. ഓക്കെ, ഇതിൻ്റെ ഇക്വേഷൻ നമ്മളിപ്പോൾ കിട്ടി. ഇത് 3x മൈനസ് y മൈനസ് 1 ഈക്വൽ ടു 0 എന്നാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 3/8ൻ്റെ ഇമേജ് കാണണം. 3/8ൻ്റെ ഇമേജ് ഇവിടെയാണ്. ലെറ്റ് ഇറ്റ് ബി ഇമേജ് ബി. ഇതിനെ പി എന്ന് കൊടുത്താൽ ഇമേജ് ക്യൂ കൊടുക്കുന്നു, ആൽഫ ബീറ്റ എന്ന് കൊടുക്കുവാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് ഈ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ കിട്ടിയാൽ ഇത് എം മിഡ് പോയിന്റ് ആയിരിക്കും. ഇമേജ് ആയതുകൊണ്ട് മിഡ് പോയിന്റ് ആവും. അപ്പോൾ എം കിട്ടുന്നത് ഈ രണ്ട് ലൈൻ്റെ ഇക്വേഷൻസ് തമ്മിൽ സോൾവ് ചെയ്താൽ മതി. ഓക്കെ, സോ സോൾവിങ് these two equations ഇത് കിട്ടും. സോൾവിങ് x plus 3y minus 7 is equal to 0 and 3x minus y minus 1 is equal to 0. ഇത് രണ്ടും സോൾവ് ചെയ്യാം. അങ്ങനെ സോൾവ് ചെയ്യുമ്പോൾ എമ്മിൻ്റെ കോർഡിനേറ്റ്സ് കിട്ടും. ഓക്കെ, ആ എമ്മിൻ്റെ കോർഡിനേറ്റ്സ് കിട്ടിയാൽ നമുക്ക് ലൈനിൻ്റെ ഇക്വേഷനിലേക്ക് എത്താം, ഇമേജിലേക്ക് എത്താം. ഓക്കെ, സോ the given lines are x plus 3y equal to 7 and 3x minus y is equal to 1. ഇതിനെ ഒരു 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 9x minus 3y is equal to 3 എന്നാവും. ഇത് ആഡ് ചെയ്താൽ, ഇത് പ്ലസ് ചെയ്താൽ 9x plus x 10x equal to 10 എന്നാവും. എക്സിൻ്റെ വാല്യൂ 1 എന്ന് കിട്ടും. ഈ എക്സിൻ്റെ വാല്യൂ 1 എന്ന് ഈ ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുത്താൽ 1 plus 3y is equal to 7 എന്നും 3yയുടെ വാല്യൂ 7 minus 1 6 എന്നും yയുടെ വാല്യൂ 2 എന്നും കിട്ടും. അപ്പോൾ ഈ എമ്മിൻ്റെ കോർഡിനേറ്റ് നമുക്ക് കിട്ടും. എക്സ് 1ഉം y 2ഉം ആണ്. അങ്ങനെയാണെങ്കിൽ മിഡ് പോയിന്റ് ഫോർമുല അപ്ലൈ ചെയ്യാം. എം ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് പി ക്യൂ. എം ഈസ് the midpoint of PQ where Q alpha beta is the image of P. ഓക്കെ, നമ്മൾ അങ്ങനെ അസ്യൂം ചെയ്യുകയാണ്. Q ആൽഫ ബീറ്റ ഇമേജ് ആണെന്ന് അസ്യൂം ചെയ്താൽ ആൽഫ മിഡ് പോയിന്റ് ഫോർമുല അപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? ആൽഫ പ്ലസ് 3/2 ആണ് ഇവിടുത്തെ 1. ആൽഫ ഇവിടുത്തെ 3 ആഡ് ചെയ്യുക, ബൈ 2 എടുത്താൽ ഇവിടുത്തെ എക്സ് കോർഡിനേറ്റ് 1 കിട്ടും. അപ്പോൾ ആൽഫ പ്ലസ് 3യുടെ വാല്യൂ 2 എന്നും ആൽഫയുടെ വാല്യൂ 2 - 3 -1 എന്നും കിട്ടും ആൽഫയുടെ വാല്യൂ. അതേപോലെ ബീറ്റ പ്ലസ് 8/2 ഈസ് ഈക്വൽ ടു 2 എന്നും. ഓക്കെ,
അപ്പോൾ ബീറ്റ പ്ലസ് 8ൻ്റെ വാല്യൂ 4 എന്നും ബീറ്റയുടെ വാല്യൂ -4 - 8 -4 എന്ന് കിട്ടും. ദെയർഫോർ image of 3 8 is -1 -4 എന്ന് കിട്ടും. So that is the second part. Find the perpendicular distance from 3 8 to the line x plus 3y minus 7 is equal to 0. അതായത് പി എം എന്ന് പറയുന്ന ഈ ഡിസ്റ്റൻസ് കാണണം. ഈ പി എം എന്ന് പറയുന്ന ഡിസ്റ്റൻസ് നമുക്ക് രണ്ട് രീതി കാണാം. ഒന്ന്, ഈ ഡിസ്റ്റൻസ് ഫോർമുല അപ്ലൈ ചെയ്യാം. ഡിസ്റ്റൻസ് ഫോർമുല അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പി എം കാണാം. ഈസി ആയിട്ട് നമുക്ക് പി എം കാണാം. വട്ട് ഈസ് പി എം? പി എം ഈസ് ഈക്വൽ ടു, എങ്ങനെ പി എം കാണുക? പി എം ഈക്വൽ ടു ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് കാണുന്നത് ഡിസ്റ്റൻസ് ഫോർമുല 8 മൈനസ് റൂട്ട് ഓഫ് 3 minus 1 the whole square, 3 minus 1 the whole square plus 8 minus 2 the whole square. Okay, that is equal to root of 3 minus 1 2 ആണ്, 2 square 4 എന്നും ഇവിടെ 36 എന്ന് കിട്ടും. റൂട്ട് ഓഫ് 40 ആണ്, 2 root 10 എന്ന് കിട്ടും. Okay, now the 20th one. Calculate the mean of team A. അപ്പോൾ എക്സിൻ്റെ വാല്യൂ ആയിട്ട് നമുക്ക് ചൂസ് ചെയ്യാം. എക്സ് 0 1 2 3 4 നമ്പർ ഓഫ് മാച്ചസ് എന്ന് പറയുന്നത്, നമ്പർ ഓഫ് മാച്ചസ് ഫ്രീക്വൻസി ആയിട്ട് കൊടുക്കാം. ഫ്രീക്വൻസി 1 9 7 5 3 ആണ്. എക്സ് സ്ക്വയർ എടുത്താൽ 0 1 4 9 16 ആണ്. എക്സ് എഫ് എന്ന് പറയുന്നത്, എക്സ് എഫ് എടുത്താൽ 0 9 14 15 12 എന്ന് കിട്ടും. എക്സ് സ്ക്വയർ എഫ് ആണെങ്കിൽ 0 1 8 27 64. ഇതിൽ സം വരേണ്ടത് നമുക്ക് ഫ്രീക്വൻസിയുടെ സം വേണം. ഫ്രീക്വൻസിയുടെ സം എന്ന് പറയുന്നത് 25 ആണ്. ഓക്കെ, അടുത്തത് എക്സ് എഫിൻ്റെ സം വേണം. എക്സ് എഫിൻ്റെ സം എന്ന് പറയുന്നത് 50 ആണ്. എക്സ് സ്ക്വയർ എഫിൻ്റെ സം എന്ന് പറയുന്നത് 130 ആണ്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തത് എക്സ് ബാർ ഈസ് ഈക്വൽ ടു സിഗ്മ എക്സ് എഫ് ബൈ ക്യാപിറ്റൽ എൻ, ദാറ്റ്സ് ഈക്വൽ ടു 50 ഡിവൈഡഡ് ബൈ 25 ഇസ് ഈക്വൽ ടു 2. സെക്കൻഡ് പാർട്ട്, കാൽക്കുലേറ്റ് ദ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പോൾ അതിന് വേരിയൻസ് കാണാം. സിഗ്മ സ്ക്വയർ ഇസ് ഈക്വൽ ടു സിഗ്മ എക്സ് സ്ക്വയർ എഫ് ബൈ എൻ മൈനസ് സിഗ്മ എക്സ് എഫ് ബൈ എൻ ദ ഹോൾ സ്ക്വയർ. ഓക്കെ, അപ്പോൾ 130 ബൈ 25 മൈനസ് 2 സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, ദാറ്റ് ഈസ് 5.2 മൈനസ് 4, 5.2 മൈനസ് 4, 1.2 ഈസ് ദി വേരിയൻസ്. Therefore, standard deviation is equal to root of 1.2, that's equal to 1.09 is the standard deviation. Now, third part. Per match was 2 coefficient per match was 2 with the standard for the team B. Mean number of goals scored deviation is 1.25 goals. Find which team may be considered more consistent using coefficient of variation. അപ്പോൾ ഇതിൽ ടീം ബിയുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത്, ടീം ബി അല്ലെങ്കിൽ ടീം എയുടെ എടുക്കാം. ടീം എ കോഎഫിഷ്യൻ്റ് വേരിയേഷൻ ഈസ് സിഗ്മ ബൈ എക്സ് ബാർ ഇൻറ്റു 100 എന്നാണ്. അത് സിഗ്മയുടെ വാല്യൂ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 1.09 ബൈ എക്സ് ബാർ 2 ആണ്, ഇൻറ്റു 100 വരും. ദാറ്റ്സ് ഈക്വൽ ടു ടീം എയുടേത് 55 എന്നാവും. ഓക്കെ, ടീം എ. ഇനി ടീം ബി എടുത്താൽ കോഎഫിഷ്യൻ്റ് വേരിയേഷൻ ഈ സിഗ്മ ബൈ എക്സ് ബാർ ഇൻറ്റു 100. സിഗ്മയുടെ വാല്യൂ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് 1. മീൻ നമ്പർ ഓഫ് ഗോൾസ് ഈസ് 1.25 ആൻഡ് ഒരു കറക്ഷൻ ഉണ്ട്. കറക്ഷൻ അല്ല, ഇത് ഈ സെൻറ്റൻസ് ഒന്ന് ഷഫിൾ ചെയ്ത് പോയിരിക്കുകയാണ്. ഓക്കെ, മീൻ നമ്പർ ഓഫ് ഗോൾസ് എന്നാണ്. മീൻ നമ്പർ ഓഫ്
goals per match was 2 for the team B. അതിവിടെ ഇനീഷ്യലി കൊടുക്കേണ്ടതാണ്. For the team B, mean number of goals per match was 2 with a standard deviation. With a standard deviation 1.25 goals for team B എന്നാണ്. For team B. ഓക്കെ, അങ്ങനെ ഒരു കറക്ഷൻ അവിടെ സെൻറ്റൻസ് അങ്ങനെ ഷഫിൾ ചെയ്ത് പോയതുകൊണ്ടാണ്. അപ്പോൾ കോഎഫിഷ്യൻ്റ് വേരിയേഷൻ സിഗ്മ ബൈ എക്സ് ബാർ ഇൻറ്റു 100 എന്നാണ്. സിഗ്മയുടെ വാല്യൂ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമ്പർ ഓഫ് ഗോൾസ് മീൻ നമ്പർ ഓഫ് ഗോൾസ് 2 ആണ്. ഓക്കെ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 1.25 ആണ്. സോ 1.25 by x bar 2 into 100. Okay, that is 62.5. Okay, അപ്പോൾ ലെസർ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഏതാണോ അതായിരിക്കും മോർ കൺസിസ്റ്റൻറ്റ്. ഓക്കെ, കോഎഫിഷ്യൻ്റ് വേരിയേഷൻ ഓഫ് ടീം എ ഈസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് CB of team A. Team A is less than CB of team B. അപ്പോൾ CB കുറവുള്ള ഏതാണോ that is more consistent. Therefore team A is more consistent. Team A is more consistent. Okay. അപ്പോൾ ഇതോടെ നമ്മുടെ മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇപ്പോൾ സോൾവ് ചെയ്തത്. അടുത്തത് നമുക്ക് മാർച്ച് പബ്ലിക് എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യാം. നെക്സ്റ്റ് വീഡിയോ ആക്കി ചെയ്യാം. ഓക്കെ.